നമസ്കാരം. അവസാനം പിണറായിയെ മോദി തന്നെ പൂട്ടി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മോദിയുടെ കാലു പിടിക്കാൻ വേണ്ടി വിജയൻ നെട്ടോട്ടമോടുന്നു. തുടർ ഭരണമൊക്കെ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ നടത്തുന്ന നീക്കങ്ങൾക്ക് മേൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു കടുംവെട്ടുണ്ടായി. ക്ഷേമ പെൻഷനും ശമ്പള വർധനവും DAയും അടക്കം വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പണം കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ ഇനി നന്നേ പാടുപെടേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ ലക്ഷ്യമിട്ട് വലിയ പണമൊക്കെ ചിലവഴിക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാരിന് പണി കൊടുത്തത് ആരാണ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് പരിധി അടക്കം വെട്ടിക്കുറച്ചതാണ് കേരള സർക്കാരിന് വലിയ തിരിച്ചടിയായി തീർന്നിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്രമെടുത്ത അവസാനത്തെ ആയുധമൊന്നുമല്ല, അവസാനത്തെ ആയുധത്തിന് തൊട്ട് മുമ്പെടുക്കുന്ന ആയുധമാണ്. ഇനി വേണമെങ്കിൽ വരച്ച വരയിൽ നിർത്താനുള്ള പദ്ധതികൾ അടക്കം മോദിയുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ഒരു 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കി ഉണ്ടായിരുന്ന ഏകദേശം 12,516 കോടി രൂപയിൽ നിന്ന് 6,880 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കത്ത് വന്നിരിക്കുന്നത്. ബജറ്റിന് പുറത്ത് കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടക്കമുള്ള സ്ഥാപനങ്ങൾ അധിക വായ്പയെടുത്തു എന്ന കാരണമാണ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ നടപടിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. ഈ കാലയളവിൽ ഇനി കടമെടുക്കാൻ കഴിയുക 5,944 കോടി രൂപ മാത്രമാകും. അപ്പോൾ ഇതോടെ ക്ഷേമ പെൻഷൻ വിതരണമടക്കം പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്കയിലേക്ക് എത്തപ്പെടുന്നു. സ്വാഭാവികമായിട്ടും ക്ഷേമ പെൻഷനൊക്കെ മുടക്കാൻ പറ്റും. കാരണം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ MM മണി പറഞ്ഞതുപോലെ ഞങ്ങൾ കൊടുത്തതൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് ഞങ്ങൾക്കെതിരെ നിന്ന് വോട്ട് ചെയ്തു എന്ന് പറയപ്പെട്ട നേതാക്കളുടെ പാർട്ടിയല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ വിചാരിച്ച് ഞങ്ങളെ തോൽപ്പിച്ചവർക്ക് എന്തിനാണ് ക്ഷേമ പെൻഷൻ കൊടുക്കേണ്ടത് എന്ന് ചിന്തിച്ചാൽ അതിലും അതിശയോക്തിയൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ പ്രതിസന്ധിയിലാകും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ക്ഷേമ പെൻഷൻ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു, അറിയാമല്ലോ. ഇതുകൂടാതെ ശമ്പളവും DA അടക്കം നൽകേണ്ട അവസ്ഥയും ഒക്കെ ഇതിനോടൊപ്പം ഉണ്ടാകും. നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുന്ന പദ്ധതികൾക്കും പണം കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഇതെല്ലാം പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ തീരുമാനത്തോടു കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പദ്ധതികളെല്ലാം പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളതാണ്. ജനുവരി മുതൽ മാർച്ച് വരെ കരാറുകാർക്കടക്കം ബില്ലുകൾ പാസാക്കി നൽകാൻ വേണ്ടി മാത്രം വേണം ഏകദേശം 20,000 കോടി രൂപ. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടത് ഏകദേശം 15,000-ലധികം കോടിയിലേറെ രൂപ. 2,000 രൂപയായി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷനും നൽകണം. നികുതി അടക്കമുള്ള വരുമാനങ്ങൾ കൊണ്ട് ഇതിന് കഴിയില്ല എന്നുള്ളത് ധനവകുപ്പിന്റെ വിലയിരുത്തലായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യുമെന്നറിയാതെ കണ്ണും തള്ളി നിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഗ്യാരണ്ടി നിൽക്കുന്ന സ്ഥാപനങ്ങൾ വായ്പകൾ തിരിച്ചടച്ചില്ല എങ്കിൽ ഉപയോഗിക്കുവാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിക്കാത്തതിനാൽ 3,300 കോടി രൂപ നേരത്തെ തന്നെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കേന്ദ്രം വെട്ടിക്കുറച്ചിരുന്നു. ആകെ ഗ്യാരണ്ടി നിൽക്കുന്ന തുകയുടെ 0.5% വീതം 5 വർഷം കൊണ്ട് 2.5% കരുതൽ ഫണ്ടിൽ നിക്ഷേപിക്കാമെന്ന് കേരളം സമ്മതിച്ചതോടെ തടഞ്ഞുവച്ച ഈ 3,300 കോടി രൂപ അനുവദിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ 2.5% തുകയും ഒറ്റയടിക്ക് ഫണ്ടിലേക്ക് മാറ്റണമെന്ന പുതിയ നിർദ്ദേശം എത്തിയതോടുകൂടി അക്കാര്യത്തിലും സർക്കാരിന്റെ പ്രതീക്ഷ അറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് നിയമം അടക്കം മാറ്റുന്ന അവസ്ഥയാണുള്ളത്. ഇതും കേരളത്തിലാണ് തിരിച്ചടിയാകുന്നത്. തൊഴിലുറപ്പ് നിയമം ഭേദഗതി ചെയ്യുന്നതോടെ കേരളത്തിൽ ലക്ഷങ്ങൾ പുറത്താകും. നിലവിലുള്ള 22 ലക്ഷം പേരിൽ വലിയ ഒരു ഭാഗം ഈ പദ്ധതിക്ക് പുറത്താകുമെന്നുള്ളതാണ് വിലയിരുത്തൽ. പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം കുറയും. മറ്റ് കേന്ദ്ര പദ്ധതികളെ പോലെ കുടിശ്ശിക കൂടിയായാൽ പദ്ധതി പൂർണ്ണമായിട്ടും നിർജീവമാവുകയും ചെയ്യും. ഇവിടെ ഈ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിയമം പൊളിച്ച് BBG റാംജി നിയമം വരുമ്പോൾ കേരളത്തിൽ പദ്ധതിയെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കാണ് തിരിച്ചടിയാകുന്നത് എന്നുള്ളത് മറന്നുപോകരുത്. നിലവിൽ അംഗങ്ങളായിട്ടുള്ള 22 ലക്ഷം പേരിൽ പകുതിയിലധികം പേർക്ക് ഈ പദ്ധതിക്ക് പുറത്തു പോകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ തന്നെ ഉണ്ട്. തൊഴിൽ ദിനങ്ങൾ 125 ഉയർത്തുമെന്ന് ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട് എങ്കിലും നിലവിൽ ലഭിക്കുന്ന 100 ദിവസം പോലും എത്താൻ സാധ്യത വിരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പദ്ധതി നടപ്പാക്കുന്ന ഗ്രാമീണ മേഖലകൾ കേന്ദ്രമാണ് വിജ്ഞാപനം ചെയ്യുക. അതോടെ പദ്ധതി ചുരുങ്ങും. കാർഷിക സീസണിൽ 60 ദിവസം വരെ തൊഴിലുറപ്പ് പാടില്ലെന്ന നിബന്ധനയും തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കാനുള്ള സാധ്യതയായി മാറും. തൊഴിലുറപ്പിലൂടെ നടപ്പാക്കിയിരുന്ന കാർഷിക ജോലികളെയും മാലിന്യ സംസ്കരണത്തെയും പുതിയ നിയമം കൃത്യമായിട്ടും ബാധിക്കുകയും ചെയ്യും. നിലവിൽ ഏകദേശം 4,000 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ വാർഷിക വിഹിതമായിട്ട് കേരളത്തിന് ലഭിക്കുന്നത്. പദ്ധതി ചെലവിന്റെ 40% സംസ്ഥാനം വഹിക്കണമെന്നാണ് പുതിയ നിബന്ധന പ്രകാരം. അപ്പോൾ ഇതനുസരിച്ച് കേരളം ഏകദേശം 1,600 കോടി രൂപ കൂടി മുടക്കേണ്ടി വരും. കേന്ദ്ര ഫണ്ട് ഉപാധികളും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നിശ്ചയിച്ചതിനും അപ്പുറം ചിലവായാൽ സംസ്ഥാനം അത് വഹിക്കേണ്ടി വരും. വേതനം വൈകിയാൽ നഷ്ടപരിഹാരവും തൊഴിലില്ലെങ്കിൽ അലവൻസും സംസ്ഥാനമാണ് നൽകേണ്ട സാഹചര്യം. ഇത് മാത്രമോ? ഇനിയുമുണ്ട്. അതായത് പുതിയ നിബന്ധനകളെല്ലാം തന്നെ തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് പേർക്കും സംസ്ഥാനത്തിനും തിരിച്ചടിയാകുമെന്നുള്ളത് കൃത്യമാണ്. ഇനി അതിനകത്തൊന്നും തർക്കമില്ലാത്ത കാര്യങ്ങളാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് വൻ പണം ചിലവഴിക്കാൻ ലക്ഷ്യമിടുന്ന സർക്കാരിന് കിട്ടിയ 8ന്റെ പണിയാണ് ഇപ്പോൾ കേന്ദ്രം കൊടുത്തിരിക്കുന്നത്. അതായത് 3 മാസത്തേക്ക് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന 12,516 കോടി രൂപയിൽ നിന്ന് 6,880 കോടി രൂപ ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചത് കാരണം പിണറായി സർക്കാർ വെട്ടിലായി എന്നുള്ളതാണ്. പൂട്ടിക്കെട്ടി കളഞ്ഞു നരേന്ദ്രമോദി വിജയനെ. ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയാൽ അത് ഇടത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതുകൂടി മുടങ്ങുവാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. അതായത് ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ അതെങ്ങനെ കൊടുക്കുമെന്നറിയാതെ വിറളി പൂണ്ട് നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ.